ശ്രീ പി ജയരാജൻ, നമുക്കറിയാം രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉദയം കൊള്ളാൻ കാത്തിരുന്ന ആ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയെ ഇല്ലാതാക്കുന്ന, അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളെ നശിപ്പിച്ച, അദ്ദേഹത്തിന് ജനസമ്മതി നേടാനുള്ള അവസരത്തെ ഇല്ലാതാക്കിയത് BJPയുടെ ഭാഗത്തു നിന്ന്, സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങളാണ്. അതിലൊന്നായിരുന്നു രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി BJP നേതാക്കൾ ഇടം വലം നോക്കാതെ പ്രയോഗിച്ചിരുന്ന ആ പരിഹാസ പേര്. ഇവിടെ ഇപ്പോൾ BJP വിരുദ്ധ രാഷ്ട്രീയ മുന്നണികളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി കൂട്ടായ്മയിൽ കണ്ണിച്ചേർന്ന് നിൽക്കുകയും ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുന്ന ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പോലെ ഒരാൾ രാഹുൽ ഗാന്ധിയെ BJPക്കാർ പരിഹാസ രൂപേണ പ്രയോഗിച്ചിരുന്ന ആ പേര് ഓർമ്മിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്? എന്തായിരുന്നു അതുകൊണ്ട് CPM ലക്ഷ്യമിട്ടത്? ഇവിടെ ഗോപികൃഷ്ണൻ ഈ സംഘപരിവാറും മറ്റും രാഹുൽ ഗാന്ധിയെ പരിഹാസപൂർവം പല പേരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളല്ല താൻ, കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാവാണ്. ആ നിലക്ക് ഉയർന്ന് ചിന്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നുള്ള വിമർശനമാണ് സഖാവ് പിണറായി ഉന്നയിച്ചത്. അപ്പോൾ പിണറായിക്കെതിരായിട്ട് ഈ രാഹുൽ ഗാന്ധി കണ്ണൂരിൽ എന്താ പ്രസംഗിച്ചത്? എന്താ പിണറായി വിജയനെ ജയിലിൽ അടക്കാത്തതെന്നാ? കെജ്രിവാളിനെ ജയിലിൽ അടക്കാനുള്ള തുടക്കം കുറിച്ച പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി. ഇവിടെ നൗഷാദ് അലി ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് കേട്ടു. സംഘപരിവാറിനെതിരെ പ്രതിരോധം തീർത്ത വേറൊരു നേതാവുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ നൗഷാദ് അലിയോടും പ്രേക്ഷകരോടും പറയുന്നത്, നിങ്ങൾ ഈ രാഹുൽ ഗാന്ധി എപ്പോൾ ജനിച്ചത്? 1970 ജൂൺ മാസത്തിലാണെന്നാണ് എൻ്റെ ധാരണ. ആ രാഹുൽ ഗാന്ധി ജനിക്കുന്നതിന് മുമ്പേ RSSനും സംഘപരിവാറിനും എതിരായി പൊരുതിയിട്ടുള്ള നേതാവാണ് സഖാവ് പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അദ്ദേഹം കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതാവായിരുന്നു. ആ നേതൃപദവി ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം CPMൻ്റെ നേതാവായി. ആ ഘട്ടത്തിലാണ് കേരളത്തെ RSSകാർ പരീക്ഷണശാലിയാക്കി മാറ്റാനുള്ള തലശ്ശേരിയിലെ വർഗീയ കലാപം നടന്നത്. അതിനു മുമ്പേ RSSകാർ വ്യാപകമായി CPMനെതിരായിട്ട് കായികമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയത്. ആ ഘട്ടത്തിൽ നൗഷാദ് അലി, നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ജനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വയസ്സിൽ ഇടയിലാണ്, രണ്ട് വയസ്സാകുന്നതിന് മുമ്പാണ് തലശ്ശേരിയിൽ വർഗീയ കലാപം നടന്നത്. ആ വർഗീയ കലാപത്തിൻ്റെ ഘട്ടത്തിൽ കൂത്തുപറമ്പിൻ്റെ MLA ആയിരുന്നു സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ആ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നിങ്ങളുടെ കോൺഗ്രസ് എവിടെയായിരുന്നു? മാളത്തിൽ ഒളിച്ചില്ലേ? നിങ്ങളുടെ നേതാവായിരുന്ന കരുണാകരനായിരുന്നു കേരളത്തിലെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. പോലീസ് വർഗീയവാദികൾക്ക് സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ജനങ്ങളെ അണിനിരത്തി RSSൻ്റെ വർഗീയ കലാപ നീക്കങ്ങളെ എതിർക്കാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരു MLA ആയിരുന്നു അന്ന് സഖാവ് പിണറായി വിജയൻ. CPMൻ്റെ നേതാവാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ജനിക്കുന്നതിന് മുമ്പ് തന്നെ RSSൻ്റെ ഭീഷണിക്കെതിരായിട്ട് നെഞ്ഞുയർത്തി പോരാടിയിട്ടുള്ള ആ നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതം കൂടി നിങ്ങൾ പഠിക്കണം. എന്നിട്ട് രാഹുൽ ഗാന്ധി കണ്ണൂരിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ജയിലിൽ അടക്കുന്നില്ല? രാഹുൽ ഗാന്ധിയെപ്പോലെയുള്ള ഇന്ത്യ എന്ന കൂട്ടായ്മയുടെ ഒരു നേതാവ്, അഖിലേന്ത്യാ പ്രതിച്ഛായുള്ള ഒരു നേതാവ് പറയേണ്ട ഒരു കാര്യമാണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരം സംരക്ഷിക്കാതെ, നിലവാരം കാത്തുസൂക്ഷിക്കാതെ താഴ്ന്ന നിലയിലേക്ക് സാധാരണ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവ് പറയുന്നത് പോലെ CPM വിരോധം ഛർദ്ദിക്കുന്ന അവസരത്തിലാണ് സഖാവ് പിണറായിയുടെ ഉചിതമായ നിലയിലുള്ള പ്രതികരണം വന്നത്. അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ സംഘപരിവാരം രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് നീക്കം നടന്നപ്പോൾ അതിനെ പ്രതിഷേധിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് സഖാവ് പിണറായി. എൻ്റെ കൈവശമുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കോപ്പി. ഇവിടെ 2020 രാഹുൽ ഗാന്ധിയെ കയ്യേറ്റം ചെയ്ത സംഭവം ഉണ്ടായി. ഉത്തർപ്രദേശിലെ ഹത്രാസിലേക്ക് ക്രൂരമായ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി പോയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു പോലീസ്, UPയിലെ പോലീസ്. അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികളും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ആ അവസരത്തിൽ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. അത് ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമായി പറഞ്ഞു. പ്രതിഷേധാർഹവും അപലനീയവുമായിട്ടുള്ള കാര്യമാണ്
രാഹുൽ ഗാന്ധിയെ അവിടത്തേക്ക് പോകുന്നത് വിലക്കിയിട്ടുള്ള നടപടി, കയ്യേറ്റം ചെയ്ത നടപടി എന്ന് അദ്ദേഹം പ്രതികരിച്ചു. 2023 മാർച്ച് മാസം 24-ാം തീയതി പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ലോക്സഭാംഗത്വം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി കൈക്കൊണ്ടിട്ടുള്ള ധൃതി പിടിച്ച നടപടി അത് ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ BJPയുടെ നിലപാടിനെയും ശക്തമായി എതിർത്തിട്ടുള്ള നേതാവാണ് സഖാവ് പിണറായി. അപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ള സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും അദ്ദേഹത്തിനെതിരായിട്ട് സംഘപരിവാർ നീക്കം നടന്നപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് സഖാവ് പിണറായി. പക്ഷേ ആ രാഹുൽ ഗാന്ധി തൻ്റെ പദവിയുണ്ടല്ലോ, ഇപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി പറയേണ്ട കാര്യമാണോ കണ്ണൂരിൽ പ്രസംഗിച്ചത്? അവിടെയാണ് പിണറായി പറഞ്ഞത് താങ്കളുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി സഖാവ് AKG ലോക്സഭയിൽ വിശേഷിപ്പിച്ചത് ഒരു പെൺ ഹിറ്റ്ലർ ജനിക്കുന്നു എന്നാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ നൗഷാദ് അലി RSSനെ കൂട്ടുപിടിച്ചു എന്ന്. RSS മാത്രമാണോ? ഈ രാജ്യത്തിലെ ജയപ്രകാശ് നാരായണനെ പോലെയുള്ള ആളുകൾ അഴിമതിക്കും കോൺഗ്രസിൻ്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കുമെതിരായി പ്രതികരിച്ചപ്പോൾ അവിടെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കിയപ്പോൾ സ്വന്തം പ്രധാനമന്ത്രി പദവി നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ രാജ്യത്തിലെ ജനങ്ങളുടെ പൗരാവകാശം പോലും ഇല്ലാതാക്കിക്കൊണ്ട് അടിയന്തരാവസ്ഥ നടപ്പാക്കി. എന്തൊക്കെയാണ് അക്കാലത്ത് കോൺഗ്രസ് നടത്തിയതെന്ന് ഞാൻ ഈ ചർച്ചയിൽ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അടുക്ക് ഉണ്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ കാലത്ത് 18 മാസം ജയിലിൽ അടക്കപ്പെട്ട ഒരു നേതാവാണ് സഖാവ് പിണറായി. അദ്ദേഹത്തോട് പറയാണ്, നിങ്ങളെ ജയിലിൽ അടക്കാത്തത് അത് മോദിയുടെയും BJPയുടെയും ഔദാര്യം കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം RSSനെതിരായിട്ട് ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരായിട്ട് പൊരുതി കയറിയിട്ടുള്ള നേതാവാണ് സഖാവ് പിണറായി. ആ പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തെ കൊച്ചാക്കി മാറ്റിക്കൊണ്ട് ചോദ്യം ചെയ്തപ്പോൾ സഖാവ് പിണറായി പ്രതികരിച്ചിട്ടുണ്ട് തൻ്റെ സ്വന്തം അനുഭവങ്ങൾ. ശരി, ഞാനിപ്പോൾ സംസാരിക്കുന്നത് കൂത്തുപറമ്പ് പാർട്ടി ഓഫീസിൽ നിന്നാണ്. ഈ കൂത്തുപറമ്പ് പാർട്ടി ഓഫീസിനടുത്താണ് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് ലോക്കപ്പിൽ അന്ന് നിങ്ങളുടെ ഭരണം കരുണാകരൻ പോലീസ് മന്ത്രിയായിരിക്കെ തൻ്റെ ആജ്ഞാനിവർത്തികളായിട്ടുള്ള പോലീസിനെ കൊണ്ട് അതിഭീകരമായിട്ട് തല്ലിച്ചതച്ച ഒരു MLA കൂടിയായിരുന്നു സഖാവ് പിണറായി. ഒരു MLA ആണ് ഈ